ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സിമ്പിളാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തക്കാളി ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാനിതുപോലെ 7 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം പുളിയുള്ള തക്കാളി തന്നെയാണ്, നല്ല പഴുത്തിട്ടുമുണ്ട്. അപ്പോൾ വലുതാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാനിവിടെ 7 എടുത്തിട്ടുണ്ട്, വാഷ് ചെയ്തതാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ നടുഭാഗത്ത് കാണുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളയണം. അത് നമുക്ക് ചമ്മന്തിയുടെ കൂടെ കഴിക്കുമ്പോഴും ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അത് വേവില്ല, വയറിനും കേടാണത്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള പോർഷൻ എടുക്കാൻ. അപ്പോൾ ഞാൻ ഇതേപോലെ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യുന്നത് മോഡലൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഞാൻ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ തക്കാളിയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ചൂടായ ചട്ടിയിലോട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഓയിലാണ്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 3 ടേബിൾ സ്പൂണോളം ഓയിലുണ്ടാവും. പിന്നെ 1 ടീസ്പൂണോളം കടുകുണ്ട്. അതിട്ടിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് കറി ലീഫും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. അത് വെള്ളമുള്ളത് കാരണം ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നമുക്കതിൻ്റെ പൊട്ടിത്തെറി ഒഴിവാക്കുക. അല്ലെങ്കിൽ അടുപ്പിൻ്റെ മുകളിലേക്കൊക്കെ നന്നായിട്ട് ഇതുപോലെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ കവർ ചെയ്തെടുത്താൽ മതി. തക്കാളി ഇട്ട് കൊടുക്കുമ്പോഴും എന്തായാലും ഇതുപോലെ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. അപ്പോൾ കവർ ചെയ്ത് വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല. ഇനി ഞാനിതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് കവർ ചെയ്ത് വെക്കുകയാണ്. അപ്പോഴേക്കിത് 1/4 ഭാഗോളം വേവായി വരും. അപ്പോൾ 3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 3-4 മിനിറ്റൊക്കെ ആവാം, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ അങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. 1/4 ഭാഗത്തോളം വേവായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ മിക്സ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും, അതിലത്തെ വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ആദ്യമായിട്ട് ഇടുന്നത് 1 ടീസ്പൂണോളം ഫുള്ളായിട്ട് എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ എരിവുള്ളത് നിങ്ങൾക്ക് അളവൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1 ടീസ്പൂണ് ഫുള്ളായിട്ട് എരിവുള്ളത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണ് ഫുള്ളായിട്ട് നമ്മുടെ കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ നമുക്ക് എരിവും കളറൊക്കെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഉപ്പും എരിവും ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മളിത് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടി ഉണ്ടല്ലോ, അത് വേവായി വരണമല്ലോ. അപ്പോൾ നമ്മളിത് വീണ്ടും ഒരു 2-3 മിനിറ്റോളം കവർ ചെയ്ത് വെക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 3 മിനിറ്റോളം നമുക്കൊന്നുകൂടെ വെയിറ്റ് ചെയ്യണം. സിമ്പിളായിട്ടുള്ളൊരു തക്കാളി ചമ്മന്തിയാണ്. ഇതിവിടെ ഞാൻ ഡെയിലി ഉണ്ടാക്കാറുള്ളതാണ്. ഇതിൽ നമുക്ക് സവാളയോ ഇഞ്ചിയും പച്ചമുളകോ അതുപോലെ വെളുത്തുള്ളി ചതച്ചതോ അങ്ങനെയുള്ള ഒന്നും വേണ്ട. ഇത്രയും കുറവ് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഇത്രയും ടേസ്റ്റുള്ളൊരു തക്കാളി ചമ്മന്തി നമ്മൾ ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. പിന്നെ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റി വരണം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, തക്കാളിയുടെ വെള്ളം മാത്രമാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് മൂടി തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 2 മിനിറ്റോളം മൂടി തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെന്താ, ചോറിൻ്റെ കൂടെ ഇതും പപ്പടം വറുത്തതോ അങ്ങനെ എന്തെങ്കിലും മുട്ട വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ചൂടാറിയതിന് ശേഷം കണ്ടില്ലേ, ഇങ്ങനെ തിക്കായിട്ടാണ് ഉണ്ടാവുക. നല്ല കളറുണ്ട്, പാകത്തിനുള്ള എരിവും ഉപ്പൊക്കെയാണ്. പിന്നെ നിങ്ങൾ ഇതിൽ എരിവ് ചേർക്കുമ്പോൾ എരിവ് കൂടിയെന്നുണ്ടെങ്കിൽ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും നമ്മുടെ സിമ്പിളായിട്ടുള്ള തക്കാളി ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് പറയാൻ മറക്കരുത്.
അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.